ഈശോയിലെ പ്രിയമുള്ളവരാ, ദൈവം നമ്മളെ ഉയർത്താൻ ആഗ്രഹിക്കുന്നതിന് മുൻപ് കടുത്ത അനുഭവങ്ങളിലൂടെ കടത്തിക്കൊണ്ട് പോയതിന് ശേഷം നമ്മൾ ഉരുക്കി വാർത്തെടുക്കും. എന്നിട്ട് ദൈവം ഒരു വലിയ ബ്ലെസ്സിങ്ങിന് മുമ്പിൽ കൊണ്ട് നിർത്തുമ്പോഴും ദൈവം നമ്മളെ എളിമയിൽ തന്നെ നിലനിൽക്കാൻ പറ്റുന്ന അവസ്ഥയിലേക്ക് നമ്മുടെ മനസ്സിനെ ദൈവം പരുവപ്പെടുത്തിയിട്ടുണ്ടാകും. അപ്പോൾ ഈ പരുവപ്പെടുത്തുന്ന രീതിയാണ് ഓരോ മനുഷ്യൻ്റെയും വിളിയുടെ അവനെ എന്തുമാത്രം മഹത്വത്തിലേക്ക് ദൈവം അവനെ കൊണ്ടുപോകും എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലാണ് അവൻ്റെ ജീവിതത്തിലെ സഹനങ്ങൾ ക്രമീകരിക്കപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ സ്വർഗം എന്ന് പറയുന്ന ഒരു സംഗതിയിലേക്ക് നമ്മൾ എത്തിച്ചേരണമെങ്കിൽ അത് ഈ ജന്മത്തിൽ ഈ ഒരു ജീവിതത്തിൽ നമ്മൾ സ്വർഗത്തിലേക്ക് പോകണമെന്നൊക്കെ ആഗ്രഹിക്കുന്നുണ്ട്. അതനുസരിച്ച് നമ്മുടെ ഭൂമിയിലുള്ള വിശുദ്ധീകരണ പ്രക്രിയ നടക്കേണ്ടതുണ്ട് അല്ലേ. അപ്പം അതുപോലെ തന്നെയാണ് ഓരോ കാര്യങ്ങളും. അതായത് നിങ്ങളെ ദൈവം ഒരു ഉയർന്ന ശുശ്രൂഷകനാകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിനു മുമ്പ് ദൈവം നിങ്ങളെ അത്രയും കഠിനമായ അനുഭവങ്ങളിലൂടെ ആകും കടത്തിക്കൊണ്ട് പോയിട്ടുണ്ടാവാം. ഈ ദൈവം വളരെ ജ്ഞാനത്തിൻ്റെ പൂർണ്ണതയാണ്. അപ്പം എനിക്ക് എന്തുകൊണ്ടാണ് ഇതിപ്പോൾ ഇങ്ങനെ സംഭവിക്കണേന്ന് എനിക്ക് ചിലപ്പോൾ പറഞ്ഞ് അപ്പം എനിക്കും മനസ്സിലാവണമെന്നില്ല, അല്ലെങ്കിൽ അപ്പം എനിക്ക് ചുറ്റുമുള്ള മനുഷ്യന്മാർക്ക് മനസ്സിലാവണമെന്നില്ല. പക്ഷെ കുറേ കഴിയുമ്പോഴാണ് നമുക്ക് മനസ്സിലാവും, ഇതിൻ്റെയൊക്കെ ഒരു കണക്ഷൻ നിങ്ങൾക്ക് മനസ്സിലാവാം. അപ്പോൾ ഒരു മനുഷ്യൻ നിങ്ങളെക്കുറിച്ച് കുറ്റം പറയുന്നു. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നു, അയ്യോ ദൈവം എന്തുകൊണ്ട് ഇത് അനുവദിച്ചു എന്നാണ് നിങ്ങൾ വിചാരിക്കുന്നത്. ഇത് എന്താണെന്ന് വെച്ചാൽ ഒരു ട്രെയിലർ മാത്രമാണ്. ദൈവം നിങ്ങളെ വിളിച്ചിട്ടുണ്ടെങ്കിൽ നാളെ ഒരു കൂട്ടം മനുഷ്യർ നിങ്ങളെ കുറ്റം പറയാൻ പോവുകയാണ്. അപ്പോൾ അതിനെങ്ങനെ മാനേജ് ചെയ്യണമെന്ന് നിങ്ങൾ ആദ്യമേ ദൈവം പഠിപ്പിച്ചിട്ടുണ്ടാവും. ദൈവത്തിൻ്റെ ഒരു പരിശീലന രീതിയുണ്ട്. ദൈവം പലതും നമ്മളെ പരിശീലിപ്പിക്കും, ആത്മാവിൽ പരിശീലിപ്പിക്കും. എന്നിട്ട് മാത്രമാണ് ദൈവം നമ്മളെ ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിക്കുക. ആ ഉത്തരവാദിത്തങ്ങളെ ഏൽപ്പിക്കുന്നതിന് മുമ്പ് നമ്മളെ ദൈവം കൃത്യമായിട്ട് നല്ല ഒരു രീതിയിലുള്ള ഒരു ഫോർമേഷൻ നമ്മുടെ ആത്മാവിൽ നടത്തിയിട്ടുണ്ടാവും. അപ്പം നിങ്ങളെക്കുറിച്ചുള്ള ദൈവിക പദ്ധതി എന്ന് പറയുന്നത്, ഇപ്പം ഞാൻ ചെയ്യുന്ന എല്ലാ മിക്ക വീഡിയോസിലെയും അനുഭവങ്ങൾ എൻ്റെ ജീവിതത്തിൽ ഞാൻ അനുഭവിച്ചിട്ട് ഞാൻ അതിനെ ഫേസ് ചെയ്തിട്ട് കടന്നു വന്നിട്ട് അതിൽ ദൈവത്തിനെ സ്വരം ഞാൻ കേൾക്കാൻ ശ്രമിച്ചതൊക്കെയാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. അപ്പം നിങ്ങളോട് പറയാനുള്ള കണ്ടന്റ് എൻ്റെ ഉള്ളത് എന്തുകൊണ്ടാണ്? കാരണം എൻ്റെ ജീവിതത്തിൽ ഞാനതൊക്കെ അനുഭവിച്ചിട്ടുള്ളതാണ്. അപ്പം ഇത് പറയുക എന്ന് പറയുന്ന ആ ഒരു പ്രോസസ്സിലേക്ക് എത്താൻ വേണ്ടി എൻ്റെ ജീവിതത്തിൽ ഞാൻ പല കാര്യങ്ങളും അനുഭവിക്കുന്നു. അപ്പം നിങ്ങളും അതുപോലെ തന്നെ എന്തെങ്കിലുമൊക്കെ ചെയ്യാനും കാര്യമായിട്ട് എന്തെങ്കിലുമൊക്കെ ദൈവം നിങ്ങളിലൂടെ അത്ഭുതം പ്രവർത്തിക്കാനൊക്കെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളെ ആ അനുഭവങ്ങളിലൂടെ നിങ്ങളൊന്ന് ഉടച്ചു വാർക്കും, നിങ്ങൾ ഉരുക്കിയെടുക്കും, നിങ്ങളെ കൃത്യമായ ഒരു ഇതിലേക്ക് നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോകും. അപ്പോൾ നമുക്ക് പറയാൻ പറ്റത്തില്ല എന്തുകൊണ്ടാ എങ്ങനെയാ ഇത് എപ്പോഴും നമുക്കിത് മനസ്സിലാകണമെന്നില്ല. ഈ അനുഭവങ്ങൾ നമുക്ക് മനസ്സിലാവണമെന്നില്ല. ഇനി അനുഭവങ്ങളിൽ നമ്മൾ എപ്പോഴും ശരിയായി വിജയിച്ചവരെ കാണപ്പെടണമെന്നില്ല. ഇനി അനുഭവങ്ങളുടെ പൂർണ്ണമായ അർത്ഥവും നമുക്ക് മനസ്സിലാവണമെന്നില്ല. അങ്ങനെ പല തരത്തിൽ പല അനുഭവങ്ങളിലൂടെ ദൈവം നമ്മളെ കടത്തിക്കൊണ്ട് പോയിട്ട് ഒരു ദൈവമാത്തിൻ്റെ ജ്ഞാനത്തിൽ നിന്നും നമ്മുടെ ജീവിതത്തിനെ അത് ക്രമീകരിക്കുന്നതാണ്. നമുക്കത് പെട്ടെന്ന് മനസ്സിലാവണമെന്നില്ലെന്ന് ഞാൻ പറയുന്നത്. അപ്പം എന്താ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം വിശ്വാസമാണ്. ഇപ്പം നീ എൻ്റെ ജീവിതത്തിൽ ഈ ചെയ്യുന്നത് എൻ്റെ ഒരു നന്മയായിരിക്കും ഞാൻ വിശ്വസിക്കുന്നു എന്നുള്ളതാണ്. ഇതിനകത്ത് മറ്റു മനുഷ്യന്മാരുടെ റോൾ എന്താ? ഇപ്പം എൻ്റെ ജീവിതത്തിൽ ദൈവം ഒരു കാര്യം ചെയ്യാം. ഇപ്പം എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഹീലിംഗ് എന്ന് പറയുന്ന ഒരു സംഗതി, സൗഖ്യപ്പെടുന്ന അനുഭവങ്ങളിലൂടെ കടന്നു പോയപ്പോൾ ഞാൻ എൻ്റെ ജോലി ഉപേക്ഷിച്ച് നാട്ടിൽ പോയി എൻ്റെ മാതാപിതാക്കളുടെ കൂടെ കുറച്ച് കാലം നിന്നു. അതാണ് എൻ്റെ ഒരു 34 വയസ്സിനിടയ്ക്ക് അവിടെ നിന്ന കുറച്ച് ദിവസങ്ങളാണ് ഞാൻ എൻ്റെ അപ്പനെ അമ്മേനെയൊക്കെ ഒന്ന് ശരിക്കും മനസ്സിലാക്കാനും സ്നേഹിക്കാനൊക്കെ പറ്റുന്നത്. കാരണം വളരെ ചെറുപ്പത്തിൽ വീട്ടിൽ നിന്ന് പോരേണ്ടി വന്നിട്ടുള്ള ഒരാളാണ് ഞാൻ. ജോലിക്കൊക്കെ വേണ്ടി പഠിക്കാനൊക്കെ ആയിട്ട് വേണ്ടി പോകുന്നത്. അപ്പം ഇത് ഞാൻ ജോലിയൊക്കെ ഉപേക്ഷിച്ചിട്ടാണ് അവരുടെ അടുത്തേക്ക് പോകുന്നതും അനുഭവിക്കുന്നത്. അപ്പോൾ ദൈവം ഒരു കാര്യം ചെയ്യുമ്പോൾ അത് ദൈവത്തിൻ്റെ കണക്ക് കൂട്ടൽ വെച്ച് നോക്കിയാൽ മാത്രമേ നിങ്ങൾക്ക് അതിൻ്റെ പിടുത്തം കിട്ടത്തുള്ളൂ. നിങ്ങളത് മറ്റുള്ളവരുടെ കാഴ്ചപ്പാടിലൂടെ നോക്കിയാൽ നിങ്ങൾക്ക് പിടുത്തം കിട്ടത്തില്ല. എന്തുകൊണ്ടാണ് ഇപ്പോൾ ഇത് ഇങ്ങനെ സംഭവിച്ചതെന്ന് നിങ്ങൾക്ക് മറ്റൊരു മനുഷ്യനെ പറഞ്ഞ് മനസ്സിലാക്കിപ്പിക്കാനായിട്ട് പറ്റണമെന്നില്ല. അതാണ് ആത്മീയത എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ വ്യക്തിപരമായ യാത്രയാണ്. ദൈവത്തിലുള്ള ബന്ധം എന്ന് പറഞ്ഞാൽ അത് വ്യക്തിപരമായ യാത്രയാണ്. അത് എല്ലാവർക്കും മനസ്സിലാവും, കൺവിൻസ്ഡ് ആവണമെന്നൊന്നും ഇല്ല. അപ്പോൾ ദൈവത്തോട് നിങ്ങൾ എന്തുമാത്രം വിശ്വസ്തത പുലർത്തുന്നു എന്നുള്ളതിനനുസരിച്ചിട്ടാണ് ദൈവം നിങ്ങളുടെ ജീവിതത്തിനെ രൂപപ്പെടുത്തുക, നിങ്ങൾക്ക് ഫോർമേഷൻ കൊടുക്കുക. അപ്പം ഇനി സപ്പോസ് നിങ്ങൾ ജനിച്ചു വളർന്ന സാഹചര്യം, നിങ്ങളുടെ ജീവിത പങ്കാളി, നിങ്ങളുടെ മാതാപിതാക്കൾ, അങ്ങനെ തുടങ്ങി നിങ്ങളുടെ അടിസ്ഥാനപരമായി നിൽക്കുന്ന കാര്യങ്ങളൊക്കെ ഈ ദൈവത്തിൻ്റെ പരിശീലനത്തിൻ്റെ ഓപ്പോസിറ്റ് നിൽക്കുന്ന കാര്യങ്ങളാണെങ്കിൽ തന്നെയും അതല്ല നിങ്ങൾ, അതായത് ഈ നിങ്ങളുടെ മാതാപിതാക്കളിൽ നിന്നല്ല നിങ്ങൾ വന്നിരിക്കുന്നത്, നിങ്ങളുടെ ജീവിത പങ്കാളിയല്ല നിങ്ങളെ ജീവിതം ഡിസൈൻ ചെയ്യുന്നത്. നിങ്ങളെന്ന് പറയുന്നത് ദൈവത്തിൽ നിന്ന് വന്നതാണ്. അപ്പോൾ ദൈവത്തിന് നിങ്ങളെ, ഇപ്പം എൻ്റെ വീട്ടിൽ നിന്ന് ഞാൻ പഠിച്ചൊരു കാര്യം അതെൻ്റെ ദൈവവിളിയുമായിട്ടോ അല്ലെങ്കിൽ എന്നെക്കുറിച്ചും ദൈവത്തിൻ്റെ പദ്ധതിയായിട്ടോ ചേരാത്തതാണ് എങ്കിൽ അതിനെ തിരുത്തി എന്നെ വീണ്ടും വേറെ കാര്യങ്ങൾ പഠിപ്പിക്കാൻ, എൻ്റെ ആത്മാവിൽ പരിശീലിപ്പിക്കാൻ എൻ്റെ ദൈവത്തിന് സാധിക്കും. ഇപ്പം ഞാനൊരു ലൈഫ് സ്റ്റൈല് തിരഞ്ഞെടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ എനിക്കിപ്പോൾ ഒരു ഹോബീസ് ഉള്ളതോ എൻ്റെ ജീവിത രീതിയോ ഒന്നും ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് പഠിച്ചു വന്നതല്ല. ഞാൻ ദൈവാനുഭവത്തിലേക്ക് വന്നു കഴിഞ്ഞതിന് ശേഷം സ്പിരിച്വാലിറ്റിയിൽ എനിക്ക് കിട്ടിയ ആത്മീയ പരിശീലനത്തിൽ നിന്നുമാണ് എനിക്കൊരു പേഴ്സണാലിറ്റി രൂപപ്പെട്ടത്.
അപ്പോൾ ദൈവത്തിലേക്ക് എത്തിയ മനുഷ്യൻ പരിപൂർണതയിലേക്ക് നടന്നുകൊണ്ടിരിക്കുന്നവനാണ്. അവനെ നയിക്കുന്നത് ദൈവമാണ്. അവൻ്റെ ചിന്തകളുടെയൊക്കെ അടിസ്ഥാനം ദൈവികപരമായിട്ട്, അതായത് ദൈവം തന്നെയാണ് അവൻ്റെ കാര്യങ്ങളൊക്കെ നിയന്ത്രിക്കുന്നതെന്ന്. അപ്പോൾ നിങ്ങൾക്ക് അടിസ്ഥാനപരമായിട്ട് ഇപ്പോൾ നിങ്ങൾക്ക് ഒരു ഭാഷ സംസാരിക്കണം, നിങ്ങൾ അക്ഷരമാല ഒന്നും അറിയത്തില്ല, നിങ്ങൾ വാക്കുകളൊന്നും എഴുതി പഠിച്ചിട്ടില്ല എങ്കിൽ തന്നെയും പരിശുദ്ധാത്മാ വരുമ്പോൾ ശിഷ്യന്മാർ കുറേ ഭാഷ പറഞ്ഞല്ലേ, അതുപോലെ ദൈവത്തിൻ്റെ ശക്തിയാൽ നിങ്ങൾക്കെല്ലാം സാധ്യമാകുന്ന അനുഭവത്തിലൂടെ നിങ്ങൾക്ക് കടന്നു പോകാനായിട്ട് സാധിക്കും. അതായത് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് ഇത്രയേ ഉള്ളൂ. നമ്മുടെ ജീവിതത്തിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും നമ്മുടെ ഈ ദൈവിക പർപ്പസുമായിട്ട് കണക്റ്റഡ് ആയിരിക്കും. അത് ചില സമയത്ത് നമുക്ക് മനസ്സിലാവും, നമുക്ക് ചില കാര്യങ്ങൾ നമുക്ക് മനസ്സിലാവും, ഓക്കെ ദൈവം ഇത് ഇന്നതുകൊണ്ടാണ് എൻ്റെ ജീവിതത്തിൽ ചെയ്തിരിക്കുന്നത് നമുക്ക് ചിലപ്പോൾ മനസ്സിലാവും. ചിലപ്പോൾ നമുക്കത് പൂർണ്ണമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കില്ല, എന്തുകൊണ്ടാണ് എൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്നത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കില്ല. പക്ഷെ നമുക്ക് അൾട്ടിമേറ്റ്ലി വിശ്വസിക്കാൻ പറ്റണം ദൈവം എല്ലാം അറിഞ്ഞിട്ടുണ്ടെന്ന്. ഇനി എന്തെങ്കിലും ഒരു ഇറക്കി വിടലുകളോ അല്ലെങ്കിൽ ആരെങ്കിലും നമ്മൾ ഉപേക്ഷിച്ച് പോകലോ അങ്ങനെ വേദനിപ്പിക്കുന്ന അനുഭവങ്ങൾ ഉണ്ടായാൽ തന്നെയും നമുക്ക് ദൈവമായിട്ട് നമുക്കൊരു ബന്ധമുണ്ടെങ്കിൽ നമുക്ക് വിശ്വസിക്കാൻ പറ്റണം ഇതെല്ലാം എന്നെ രൂപപ്പെടുത്തുന്നതിൻ്റെ ഭാഗമായിട്ട് സംഭവിക്കുന്നതാണെന്ന്. അപ്പോൾ നിങ്ങളെ ഭൂമിയിലൂടെ നിങ്ങളെ ചെയ്യാൻ വേണ്ടി എന്തിനു വേണ്ടിയാണോ ദൈവം നിങ്ങളെ വിളിച്ചത് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾ ജനിച്ച സ്ഥലം, നിങ്ങളുടെ മാതാപിതാക്കൾ, ഇതെല്ലാം കണക്റ്റഡ് ആണ്. അത് നിങ്ങൾക്ക് പരിശുദ്ധാത്മാവ് തന്നെയാണ് നിങ്ങൾക്കത് ബോധ്യപ്പെടുത്തി തരാം. എനിക്ക് ഒരു സമയം എത്തിയപ്പോൾ എനിക്ക് മനസ്സിലായി ഞാൻ ഇന്ന സാഹചര്യത്തിൽ ജനിച്ചതുകൊണ്ടും ഞാൻ ഇത്രയും പ്രശ്നങ്ങളൊക്കെ ഫേസ് ചെയ്ത് വന്നതുകൊണ്ടും എനിക്ക് ദൈവം ഏൽപ്പിക്കുന്ന ആ കാര്യം എനിക്ക് ചെയ്യാൻ പറ്റും. കാരണം ഞാൻ ഒരുപാട് വിഷമിപ്പിച്ചിട്ടുള്ളതുകൊണ്ട് ഞാൻ ആ സമയത്ത് എന്നെ വേറൊരാൾ സഹായിച്ചിരുന്നെങ്കിൽ എന്ന് എനിക്ക് തോന്നിയിരുന്ന അനുഭവങ്ങൾ എൻ്റെ ഉള്ളിലുള്ളതുകൊണ്ട് വേറൊരാൾ ബുദ്ധിമുട്ടുമ്പോൾ എനിക്ക് സഹായിക്കാനുള്ളൊരു തോന്നലുണ്ടാകുന്നു. അപ്പോൾ ഇതെല്ലാം കണക്റ്റഡാണ്. ഇതെല്ലാം ദൈവത്തിൻ്റെ ഒരു പദ്ധതിയുടെ ഭാഗമാണ്. നിങ്ങളുടെ എല്ലാ കാര്യത്തിനും പുറകിലും ദൈവത്തിനൊരു കാരണമുണ്ട്. സോ ഈശോയിൽ പ്രിയമുള്ളവരെ, നിങ്ങൾക്ക് മനസ്സിലാകാതെ എനിക്ക് എൻ്റെ ജീവിതത്തിൽ നടക്കുന്ന കാര്യങ്ങൾ 25 വയസ്സ് വരെ ഒന്നും മനസ്സിലായിട്ടില്ല. എനിക്ക് എന്തുകൊണ്ടാണ് എന്നെ കണക്ട് ആവാത്ത മാതാപിതാക്കൾ ഉണ്ടായെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. അത് എനിക്ക് ഇമോഷണലി അവിടെ കണക്ട് ആവാൻ പറ്റാത്തത്, ഏകാന്തത എന്തുകൊണ്ടാണ്, ഞാൻ എന്തുകൊണ്ടാണ് ഡിഫറൻ്റ് ആയിട്ട് ചിന്തിക്കുന്നത്, എനിക്ക് അങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. പക്ഷെ വൺസ് എനിക്ക് ദൈവാനുഭവം ഉണ്ട്, ഞാൻ ദൈവത്തെ മനസ്സിലാക്കി തുടങ്ങിയപ്പോൾ എനിക്ക് മനസ്സിലായി ദൈവം എന്നെ ഇങ്ങനെയൊക്കെ സൃഷ്ടിക്കാനാണ് ആഗ്രഹിച്ചത്. ദൈവത്തിൻ്റെ ആഗ്രഹപ്രകാരം എനിക്ക് ഉണ്ടാവേണ്ട സ്വഭാവ പ്രത്യേകതകളാണ് എനിക്കുള്ളത്. അതിപ്പോൾ എൻ്റെ മാതാപിതാക്കളുമായിട്ടുള്ള ബന്ധമാണെങ്കിലും അവരിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള എൻ്റെ സ്വഭാവ പ്രത്യേകതകളാണെങ്കിലും ഇതൊക്കെ എൻ്റെ മാതാപിതാക്കളെ കണ്ടുകൊണ്ടല്ല ദൈവം ഇതൊക്കെ എനിക്ക് തന്നിട്ടുള്ളത്. ദൈവം എന്നെ സൃഷ്ടിച്ചപ്പോൾ ഞാനെന്ന സൃഷ്ടിയെക്കൊണ്ട് ദൈവം എന്താണ് ഉദ്ദേശിച്ചത് അതിനനുകൂലമായ തരത്തിൽ ദൈവം എൻ്റെ ജീവിതത്തെ, എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൻ്റെ അങ്ങനെ എല്ലാത്തിനെയും രൂപപ്പെടുത്തുകയാണ് ചെയ്യുക. അപ്പോൾ എനിക്ക് പിടുത്തം കിട്ടുവാണ് ഇതൊക്കെ എന്തുകൊണ്ടാണ് നടന്നതെന്ന്. നിങ്ങൾക്കും അതുപോലെ പിടുത്തം കിട്ടും. നിങ്ങൾ എന്തുകൊണ്ടാണ് ഇത്ര ഇൻ്റർവ്യൂവിന് പോയിട്ട് നിങ്ങൾ തോറ്റു പോകുന്നതെന്ന് പിടുത്തം കിട്ടും. എന്തുകൊണ്ടാണ് എല്ലാ വാതിലുകളും മുട്ടുന്ന വാതിലും തുറക്കാത്തതെന്നും, കുറേ പേരെന്തിനാ വിട്ടുപോകുന്നതെന്നും, കുറേ പേരെന്തിനാ സ്നേഹം പ്രകടിപ്പിക്കുന്നതെന്നും, ചിലരെന്തിനാ, ഇതെല്ലാം ദൈവത്തിന് കണക്റ്റഡാണ്. ഇതെല്ലാം കണക്റ്റഡാണ്. അത് നിങ്ങളുടെ ദൈവിക പദ്ധതിയുമായിട്ട് കണക്റ്റഡാണ്. അപ്പോൾ നിങ്ങൾക്ക് ഒരു സമയത്ത് നിങ്ങൾ പലതിനോടും പൊരുതി മടുത്ത അവസാനം നിങ്ങൾ മിണ്ടാതെ ഇരുന്ന് ദൈവം ഇനി എന്താ ചെയ്യുക, നീ എന്താണ് എന്നെ ഇന്ന് ആഗ്രഹിക്കുന്നത്, എന്തിനാണ് നീ എന്നെ ഇങ്ങനെ സൃഷ്ടിച്ചത്, ഇങ്ങനത്തെ ചോദ്യങ്ങളൊക്കെ നമ്മുടെ മനസ്സിലൂടെ കടന്നു പോകും. അപ്പം നമ്മളോട് തന്നെ ചോദിച്ചിട്ട് നമ്മൾ അവസാനം നമ്മൾ മടുത്ത് ദൈവത്തിൽ ആശ്രയിക്കുന്ന ഒരു സമയം വരും. അപ്പോൾ ദൈവം പറഞ്ഞു തരും, മോളെ ഈ ഒരു അവസ്ഥ നീ ദൈവത്തെ അറിയാൻ വേണ്ടിയിട്ടാണ്. ദൈവത്തിനെ അറിഞ്ഞാൽ മാത്രമേ നിന്നെക്കുറിച്ചുള്ള പദ്ധതി എനിക്ക് പറഞ്ഞു തരാൻ പറ്റൂ. അതറിഞ്ഞാൽ മാത്രമേ നീ അതനുസരിച്ച് ജീവിക്കൂ, എങ്കിൽ മാത്രമേ നിനക്ക് നല്ലൊരു ഭാവി ഉണ്ടാവൂ, നീ സ്വർഗത്തിൽ പോകും. അപ്പോൾ അൾട്ടിമേറ്റ്ലി ഒരപ്പൻ ഒരിക്കലും ഒരു കുഞ്ഞിനെ ഹാം ചെയ്യില്ല, ഒരു ഉപദ്രവിക്കുകയോ ചെയ്യില്ല. പക്ഷെ ആ കുഞ്ഞിന് മരുന്ന് കയ്പാണെങ്കിലും കുടിച്ചാലേ ആ കുഞ്ഞിന് നല്ലത് വരുമെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ കഠിനമായ അനുഭവങ്ങളിലൂടെ ദൈവം നമ്മളെ കൂട്ടിക്കൊണ്ടു പോകും. അപ്പോൾ ദൈവം ഒരു അപ്പനാണെന്ന് എപ്പോഴും ഓർക്കുക. ചില കാര്യം നിങ്ങൾക്ക് മനസ്സിലാവും, ചില കാര്യം നിങ്ങൾക്ക് മനസ്സിലാവില്ല, ചില കാര്യം നിങ്ങൾക്ക് കുറേ നാൾ കഴിയുമ്പോൾ മനസ്സിലാവും. അൾട്ടിമേറ്റ്ലി നിങ്ങളുടെ പാദങ്ങൾ കർത്താവിൽ ഉറപ്പിക്കുക. അവിടുന്നാണ് ജീവനും സത്യവും വഴിയും മാർഗവും ഒക്കെ അവിടുന്ന് തന്നെയാണ്. ഹൃദയം നിങ്ങളുടെ ദൈവത്തിൽ ഉറപ്പിക്കുക. ദൈവം തന്നെ നിനക്ക് പല കാര്യങ്ങളും നമുക്ക് പറഞ്ഞു തരും. ഇനി ഒന്നും മനസ്സിലായില്ലെങ്കിലും കർത്താവെല്ലാം കാണുന്നുണ്ട്, കർത്താവെല്ലാം അറിയുന്നുണ്ട് എന്നുള്ള വിശ്വാസത്തിൽ മുന്നോട്ട് പോകാനായിട്ട് നമുക്ക് സാധിക്കണം. എല്ലാം ദൈവപദ്ധതിയാണ്, പലതും കണക്റ്റഡാണ്. ഇതെല്ലാം മനസ്സിലാക്കി തരുന്ന ഒരു ആത്മീയ ജ്ഞാനം തരണമേ കർത്താവേ എന്ന് പ്രാർത്ഥിക്കുക. പരാതികളും പരിഭവങ്ങളും ഒക്കെ പുറകിൽ ദൈവത്തിൻ്റെ പദ്ധതി നമുക്ക് മനസ്സിലാവാത്തതായിരിക്കാം. അപ്പോൾ വിഷമിക്കാതെ ആ പദ്ധതി എന്താണെന്ന് ചോദിച്ച് മനസ്സിലാക്കാൻ ശ്രമിക്കുക. അത് മനസ്സിലാക്കി കഴിയുമ്പോൾ കഴിഞ്ഞുപോയ കാര്യങ്ങളെക്കുറിച്ചും വരാനിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ചും ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ചൊക്കെയുള്ള കണക്ഷൻ നിങ്ങൾക്ക് മനസ്സിലാവും. അത് നിങ്ങളുടെ ലൈഫിനെ കുറിച്ച് നിങ്ങൾക്കൊരു പിക്ചർ കിട്ടും, എന്തുകൊണ്ട് ഇങ്ങനെയൊക്കെ സംഭവിക്കണം എന്നുള്ളൊരു പിക്ചർ കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് കുറേ കൂടെ സമാധാനത്തിൽ ജീവിതത്തിനെ അഭിമുഖീകരിക്കാനായിട്ട് സാധിക്കും. ദൈവം നിങ്ങളെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ.